മെക്സിക്കോ ഉൾക്കടലിലെ ക്യൂബ ദ്വീപിലെ ഒരു മുക്കുവൻ പുറംകടലിൽ പതിവിലും കവിഞ്ഞ് വളരെ ഉള്ളോട്ട് മീൻ പിടിക്കാൻ പോയ കഥയാണ്. ഹവാന പട്ടണത്തിനെതിരെ കടലിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഉഷ്ണജല സമ്മിശ്രമായ ഗൾഫ് സ്ട്രാ വാഹിനി പ്രാന്തങ്ങളാണ് കഥാരംഗം. സാന്തിയാഗോ എന്ന ആ കിഴവൻ, മനോളിൻ എന്നൊരു മുക്കുവപ്പയ്യൻ, മാർലിൻ ജാതിയിൽപ്പെട്ട ഒരു മത്സ്യരാക്ഷസൻ, കൂറ്റൻ സ്രാവുകൾ എന്നിവയാണ് കഥാപാത്രങ്ങൾ. പ്രകൃതിയുടെ സഹായകരമായ സമാശ്ലേഷങ്ങളും സംഹാരാത്മകമായ പ്രഹരവിശേഷങ്ങളും മനുഷ്യൻ്റെ ഒടുങ്ങാത്ത പ്രയത്നശീലത്തിൻ്റെ ജ്വാലകളും മധുര സ്വപ്നങ്ങളും കൊണ്ട് നെയ്തെടുത്ത ഒരു അത്ഭുത ജീവിത കഥാംശമാണ് ഹെമിംഗ്വേ 127 പേജുകൾ മാത്രമുള്ള ഈ കൊച്ചു നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എസ്.കെ. നമ്മുടെ ഒരു ആത്മാവിനെ സ്പർശിക്കുന്ന ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെയും യാത്രയുടെയും ഒരു സവിശേഷത, അദ്ദേഹം ഇങ്ങനെ പുറപ്പെട്ടു പോകുന്ന ഒരാളാണ്. എസ്.കെയുടെ ഒരു അത്ഭുതം, വലിയ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടല്ല അദ്ദേഹം യാത്രക്ക് പുറപ്പെടുന്നത്. ഒരു തരത്തിലുള്ള ഒരു എർജ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയില്ലേ, അതൊരു ചരരാശിയിൽപ്പെട്ട ഒരു ജന്മമാണ്. അവർക്ക് എവിടെയെങ്കിലും പോയേ തീരും. എസ്.കെ. അങ്ങനെ യൂറോപ്പിലാണ് പോകേണ്ടതെന്നോ അങ്ങനെയൊന്നും വിചാരിച്ച ആളല്ല. എസ്.കെക്ക് മായനാട്ട് നിന്ന് മിഠായി തെരുവിലേക്ക് നടന്നു കഴിഞ്ഞാൽ അതുപോലും എസ്.കെയുടെ ഒരു അനുഭവമാണ്. കഥ പറയാനുള്ള ഒരു വാസന സഹജമായിട്ടുള്ളിലുള്ളത് കൊണ്ട് അതിനെ അദ്ദേഹം കഥ പോലെ തന്നെ ഒരു കലാരൂപമായിട്ട് യാത്രാവിവരണത്തെയും മാറ്റിയെടുത്തു. അച്ഛൻ്റെ അല്ലെങ്കിൽ ഒരു അമ്മാവൻ്റെ ഒരു വിരൽ പിടിച്ച് നമ്മൾ യാത്ര പോകുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ വിവരണങ്ങളുടെ വിരൽ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഭൂഗോളം ചുറ്റാം. അന്ന് മണ്ണെണ്ണ വിളക്ക് മാത്രമേ ഉള്ളൂ, വൈദ്യുതി എത്തിയിട്ടില്ല. അപ്പോൾ ഈ മണ്ണെണ്ണ വിളക്കിന് കീഴിലിരുന്ന് കാപ്പിരികളുടെ നാട്ടിൽ ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർത്തു രാത്രി. അങ്ങനെ സിംഹഭൂമി തന്നു. അത് 2 ദിവസം എടുത്ത് തിരിച്ചു കൊടുത്തു. പിന്നെ ഇന്തോനേഷ്യൻ ഡയറി വായിക്കുന്നു. അപ്പോൾ അതിൽ തിരമാലകൾ ഭൂമിയെ 3 പ്രാവശ്യം വലം വെച്ചു എന്നൊക്കെയുള്ള വിവരണങ്ങളൊക്കെ വായിച്ച് അത്ഭുതപ്പെടുന്നു. എസ്.കെയുടെ രചനകളിലൂടെ ലോകസഞ്ചാരം നടത്താൻ ഭാഗ്യമുണ്ടായി. അപ്പോൾ പിന്നീട് ഭാഗ്യവശാൽ അല്ലെങ്കിൽ തൊഴിലിൻ്റെ ഭാഗ്യം കൊണ്ടും താല്പര്യങ്ങൾ കൊണ്ടും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോകാൻ കഴിഞ്ഞപ്പോഴൊക്കെ ഞാൻ എസ്.കെ മനസ്സുകൊണ്ട് അദ്ദേഹത്തിന് നന്ദി പറയാറുണ്ട്. നീ ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ ഡൽഹിയിലാണ്, ശ്രീധരൻ ആദരപൂർവം പറഞ്ഞു. അതെവിടെയാ? വളരെ വടക്ക്. കാശിയിൽ നിന്നും ഒക്കെ ദൂരെയാണോ? ആ, കുറേ ദൂരെ. ഗോസായിമാരുടെ നാട് അല്ലേ? നിനക്ക് ഇപ്പോഴെന്താണ് അവിടെ പണി? ശ്രീധരൻ ഒന്ന് പരുങ്ങി. ഒരു ന്യായം മനസ്സിലുദിച്ചു.
ഒളിച്ചു വെക്കുന്നതും കളവ് പറയുന്നതും രണ്ടും രണ്ടാണല്ലോ. അപ്രിയമല്ലാത്തൊരു സത്യം, അസാരം മായം ചേർത്ത ഒരു പരമാർത്ഥം വേലുമൂപ്പരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അവിടെ വിശേഷിച്ച് പണിയൊന്നുമില്ല. യാത്രയിൽ വാസ്തവത്തിൽ നമ്മൾ കണ്ടെത്തുന്നത് നമ്മളെ തന്നെയാണ്. നമുക്ക് മുമ്പിൽ ലോകം ശരിക്കും മറനീക്കി കാണുക നമ്മൾ നടന്ന് കാഴ്ചകൾ കാണുമ്പോഴാണ്. അത് നമ്മുടെ നാട് തന്നെ ആകട്ടെ, അല്ലെങ്കിൽ വിദേശ നഗരങ്ങളാകട്ടെ. എൺപതിലോ 81 ആണ് അപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ കാസർഗോഡ് ഒരു സ്കൂളിൽ വെച്ചായിരുന്നു ക്യാമ്പ്. ഓരോ ആൾക്കും ഓരോ ഡ്യൂട്ടി ഏൽപ്പിക്കുമല്ലോ. അപ്പം രത്നാകരനൊരു കാര്യം ചെയ്യും, നാളെ രാവിലെ SK പൊറ്റക്കാട് വരും, അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പം ഞാൻ അത്ഭുതപ്പെട്ട് ഇരിക്കുകയാണ്. കളിയാക്കിയതാണോ എന്ന് പോലും തോന്നി. SK ട്രെയിൻ ഇറങ്ങി ഇങ്ങനെ വരുന്നു. അപ്പോൾ വളരെ ഭവ്യതയോടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ അവിടെ കാറ് കാത്തു നിൽക്കുന്നു. വേണ്ട, നമുക്ക് നടക്കാം, കാറ് വിട്ടോളൂ. അദ്ദേഹം നടക്കുന്ന വഴിയിൽ എന്നോട് പല കാര്യങ്ങളും ചോദിക്കുകയാണ്. വീട്ടിലാരൊക്കെയുണ്ട്, അച്ഛൻ എന്താണ് ജോലി, എന്താണ് വരുമാന മാർഗം കുടുംബത്തിൻ്റെ. അപ്പോൾ അതിനിടയിലൊരു ചായ ഹോട്ടലിൽ കയറി അദ്ദേഹത്തിനായി നമുക്ക് തന്ന പൈസയൊന്നും ചെലവഴിക്കാൻ സമ്മതിച്ചില്ല. അതൊക്കെ അവിടെ ഇരിക്കട്ടെ കുട്ടി എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. അപ്പോൾ വളരെ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഈ ഡയറി കുറിപ്പുകളുമൊക്കെ വായിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം ചെലവൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് നടന്നു വന്നു കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളുണ്ടാകും. ഇന്ന കടയിൽ കയറി, അവിടെ പുട്ടും കടലയും വളരെ ഗംഭീരമാണ്, ഒരെണ്ണ പുട്ടിനും മറ്റേ അങ്ങനെയൊക്കെയുള്ള കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ടാകും. അപ്പോൾ എന്നോട് ഈ ചോദിച്ചത് പോലും ഇദ്ദേഹം എഴുതി വച്ചിട്ടുണ്ടാവണം. ആ ദിവസത്തെ ഡയറി കണ്ടു കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാവണം എന്നാണ് എൻ്റെ തോന്നൽ. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ ദിവസത്തെയും കാര്യങ്ങൾ ഇതുപോലെ ഉണ്ട്. ഈ ലോകത്തിൻ്റെ ദുഃഖം പേറാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണെന്നുള്ള അഭിനയമോ അങ്ങനെയൊന്നുമില്ലാതെ, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണ്, നിങ്ങൾക്ക് പോകാൻ കഴിയാത്ത ആ സ്ഥലത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് എന്നാലാവുന്ന വിധം പറഞ്ഞു തരാം എന്നുള്ള ലാളിത്യത്തോടെ പറയുന്ന ഒരാളായിട്ടാണ് SK ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ യാത്രാവിവരണങ്ങൾക്ക് മരണമില്ലാത്തതും മലയാളികൾ അതിനെ ഏത് കാലത്തും ഓർമ്മിക്കുന്നതും. അക്ഷരാർത്ഥത്തിൽ ഒരു വഴികാട്ടിയാണ് SK. ഇതിലെ കഥാപാത്രങ്ങളെല്ലാം രക്തവും മാംസവുമുള്ള മനുഷ്യജീവികളായിരുന്നു. ഇവരിലാരും ഇന്ന് നമ്മുടെ ഇടയിലില്ല. മനുഷ്യജീവിതമാകുന്ന മഹാനാടകത്തിൽ ഇവരിൽ ഓരോരുത്തരും തങ്ങളുടേതായ പങ്കു നിർവഹിച്ച് സ്വന്തമായ ജീവിതാഭിനയം പിന്തുടർന്ന് സമുദായത്തിൻ്റെ ബാഹ്യമണ്ഡലത്തിൽ തങ്ങളുടേതായ ലഘുപ്രകാശമോ വികൃതഛായയോ വീഴ്ത്തി അന്തർധാനം ചെയ്തു. ചരിത്രകാരൻ മെനക്കെട്ടിരുന്ന് എഴുതുന്ന ഏടുകളിൽ ഇവരുടെ പേരുകൾ ഒന്നുപോലും കാണുകയില്ല. ശവക്കുഴിയിൽ, പട്ടടയിൽ, വെറും മണ്ണിൽ ഇവർ മറഞ്ഞുപോയി എന്നേക്കുമായി. പക്ഷേ ഇവരുടെ ചെത്തവും ചൂരുമേറ്റ തെരുവ് ചിരിച്ചുകൊണ്ട് ഇന്നും നിലകൊള്ളുന്നു. പുതിയ കോലങ്ങൾ ഇവിടെ കെട്ടിയാടുന്നു. പുതിയ കാൽപ്പാടുകൾ പഴയ കാൽപ്പാടുകളെ മായ്ക്കുന്നു. ആ കഥകൾ അങ്ങനെ നൂറ്റാണ്ടുകളായി തുടർന്നു പോകുന്നു.